ആരോഗ്യത്തോടെ കർത്താവ് ഇന്ന് പകന്നേരം ക്ഷേമത്തോടെ കാക്കുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം ഓൺലൈനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ഇന്ന് പകന്നേരം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അല്പനേരം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. നമുക്ക് നമ്മുടെ ചിന്തയെ നമുക്ക് തിരിക്കാം. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. സ്തോത്രം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നമുക്ക് മുതൽ വായിക്കാം. 18-ാം വാക്യം ഒന്ന് വായിക്കാവോ? 1 പത്രോസ് 2:18. പൂർണ്ണഭയത്തോടെ യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കുവേൻ. ആമേൻ. ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പത്രോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ തന്റെ 1-ാമത്തെ ലേഖനം പല വിഷയങ്ങളെ ഇത് ദർശിക്കുന്നുവെങ്കിലും സഭയിൽ ദൈവദാസന്മാരുടെ സ്ഥാനം, ആമേൻ, വിശേഷിച്ച് അവർ കടന്നുപോകുന്ന അസാധാരണമായ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ, പോരാട്ട അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രാപിച്ച പത്രോസ് ഈ ലേഖനം വെളിപ്പെടുത്തുമ്പോൾ 1-ാം നൂറ്റാണ്ടില് ഒട്ടനവധി വിഷയം. ആ മൈക്കൊന്ന് അടുപ്പിച്ചു വെച്ചാൽ അതിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് വലിച്ചു അടുപ്പിച്ചു അടുപ്പിച്ചു ഒട്ടനവധി വിഷയം 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ നേരിട്ടുകൊണ്ടിരുന്നു. വിശേഷിച്ച് 1-ാം നൂറ്റാണ്ടിലെ പ്രധാനമായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ദുരുപദേശം ശക്തിപ്പെട്ടു. കള്ള സഹോദരന്മാർ അനേകരെ വലിച്ചുകൊണ്ടുപോകുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു വന്നു. പലവിധമായ പീഡനങ്ങൾ കടന്നു വന്നു. തമ്മിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവങ്ങൾ, വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവരുടെ എണ്ണം പെരുകിയ അനുഭവങ്ങൾ, ഇങ്ങനെ പല വിഷയങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ നേരിട്ടിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ ഈ പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും കർത്താവ് വിശ്വസ്തയോടെ അവിടെ തന്റെ മക്കളെ പരിപാലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നാം ഇന്ന് അനുഭവിക്കുന്ന പലവിധ പ്രതിസന്ധികളുണ്ട്. പ്രതിസന്ധികൾ ദൈവം അനുവദിക്കുന്നത് തന്നെയാണ് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും ആമേൻ. ദൈവ സ്വർഗീയ പിതാവ് അറിയാതെ ആരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ ജീവിതത്തിൽ വന്ന ദോഷങ്ങളും കഷ്ടങ്ങളൊക്കെ കർത്താവ് അനുവദിച്ചതാണോ എന്ന് ചോദിച്ചാൽ, അനുവദിച്ചതാണെന്ന് പറഞ്ഞാൽ ചിലർ അന്നുകൊണ്ട് ചിലപ്പോൾ വിശ്വാസ ജീവിതം അവസാനിപ്പിക്കുന്ന ശിശുക്കളുണ്ട് ആത്മീകമായിട്ട്. അതായത് തന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന അസാധാരണമായ പ്രതിസന്ധികളെല്ലാം പിതാവായ ദൈവത്തിന്റെ അറിവിനാൽ കടന്നു വരുന്നതാണോ? തീർച്ചയായിട്ടും അറിവിനാൽ കടന്നു വരുന്നതാണ്. ചിലതിന്റെ ശുദ്ധീകരണത്തിനും ചിലതിന്റെ ജീവിതത്തിന്റെ ക്രമീകരണത്തിനുമായി ദൈവം അനുവദിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഗ്രഹിച്ച് അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുവാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ആമേൻ. ജീവിതത്തിൽ പലപ്പോഴും കഷ്ടങ്ങളില്ലാതെ അല്ലെങ്കിൽ പ്രതിസന്ധികളില്ലാത്ത ഒരു കംഫർട്ടബിൾ സോണാണ് എല്ലാവരും പ്രാർത്ഥിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു അനുഭവം ക്രിസ്തീയ ജീവിതത്തിലില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന രക്ഷാനുഭവം കൊണ്ട് പരിശുദ്ധാത്മാവ് നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു സ്വാഭാവിക അനുഭവം ജീവിതത്തിൽ ഇല്ലെന്ന് മനസ്സിലാക്കണം. കാരണം അവൻ കർത്താവിന്റെ നാമം ധരിച്ച് ജീവിക്കുമ്പോഴൊക്കെയും പലവിധമായ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം എടുത്ത് മാറ്റാത്തത് എന്തുകൊണ്ടാണെന്നറിയാവോ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കർത്താവ് അങ്ങനെ മാറ്റപ്പെടാതെ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വ്യക്തി ഒരു ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അവരുടെ ജീവിതത്തിൽ ചില ആത്മീക ഫലങ്ങൾ ഉളവാകാനാണ് ചില പ്രതിസന്ധികൾ ചിലരെ വിട്ടുമാറാത്തത്.
ചില പ്രയാസങ്ങൾ ചിലരെ വിട്ടുമാറാത്തത് ദൈവത്തിന് അവരെ പണിതെടുക്കേണ്ട ആവശ്യമുണ്ട്. മനസ്സിലാവുന്നു? ദൈവത്തിന് അവരെ പണിതെടുക്കേണ്ട ആവശ്യമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വളരെ ശ്രദ്ധേയമാണ്. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അറിയാം, പൗലോസിന്റെ കാര്യം തന്നെയാണ്. പൗലോസ് തന്റെ ശരീരത്തിൽ ഒരു രോഗമുണ്ട്. ആ രോഗം വെച്ചുകൊണ്ട് താൻ ശുശ്രൂഷിച്ച് യാത്രകൾ ചെയ്തു. ആ രോഗബാധിതനായിരുന്ന പൗലോസിന്റെ ശരീരത്തിലിരിക്കുന്ന ഒരു വസ്ത്രം താൻ കൊടുത്തുവിടുന്നു. തന്റെ ശരീരത്തിലിരിക്കുന്ന ഒരു തുവാല, ഒരു കർച്ചീഫ് എടുത്ത് രോഗിയുടെ മേലിടുമ്പോൾ രോഗി സൗഖ്യമാകുന്നുണ്ട്. പക്ഷേ ആ രോഗം വഹിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിൽ ഒരിക്കലും ആ രോഗസൗഖ്യം ലഭിക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ദൈവത്തിന് ചില പദ്ധതികളുണ്ടെന്ന് മനസ്സിലാക്കണം. പല ആവർത്തി പ്രാർത്ഥിച്ചു നോക്കിയിട്ടും എന്ത് സംഭവിച്ചു? രോഗത്തിൽ നിന്ന് സൗഖ്യമില്ല. നമുക്ക് ഈ പത്രോസ് ലേഖനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരണം. അതിനു മുമ്പ് നമുക്ക് ആ ഭാഗത്തിലേക്ക് നമുക്ക് ആ ഭാഗം നമുക്ക് നല്ലപോലെ അറിയാം. നല്ലതുപോലെ നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. എങ്കിലും നമുക്ക് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ആ ഭാഗത്തിലേക്ക് നമ്മളുടെ ശുശ്രൂഷയെ സ്തോത്രം നമുക്കൊന്ന് ചിന്തിക്കാം. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. ലഭിച്ചവരുണ്ടെങ്കിൽ എടുത്ത് വായിച്ചോ. രണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം എന്റെ 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം മുതൽ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. ശ്രദ്ധിക്കണം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ശ്രദ്ധിക്കണം. അപ്പോ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഏതൊരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ നിഗളം കടന്നു വരാൻ സാധ്യതയുള്ളത് ഏത് കാര്യത്തിലാണോ, ഏത് വിഷയത്തിലാണോ, അവിടെ ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. നിഗളം കടന്നു വരുമ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അവിടെ വായിക്കുന്ന കാര്യം എന്താണ്? ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ. അപ്പോൾ ഒരു കാര്യം പറയും, പൗലോസിനല്ലേ ബാധകൊള്ളു, എനിക്കിപ്പോ ഞാൻ സാധാ വിശ്വാസിയല്ലേ. അങ്ങനെ ഒരു സാധനം പുസ്തകത്തിലില്ല. സാധാ വിശ്വാസി എന്ന് പറയുന്ന ഒരു ലേബല് പുസ്തകത്തിലില്ല, ബൈബിളിലില്ല. നിന്റെ മേൽ പകർന്നിരിക്കുന്ന കൃപ നിന്നിൽ വെളിപ്പെടണം. എന്നാൽ നിന്നിൽ നിഗളമാണ് വെളിപ്പെടുന്നതെങ്കിൽ ചിലരുടെ പ്രശ്നം എന്താണെന്നറിയാം, മറ്റൊരുത്തൻ നിഗളിയായിരിക്കുന്നത് കാണുള്ളൂ. ഇവൻ നിഗളിയായിരിക്കുന്ന ഇവന് കാണാൻ പറ്റുന്നില്ല, അല്ലേ? അവരവര് നിഗള സ്വഭാവം ഉള്ളത് എവിടെയെന്ന് മനസ്സിലാകുന്നില്ല. ചിലർ രണ്ടുപേരും കൂടിയ, അനന്യാസും സഫീറയും കൂടിയ ആ ദേശത്തുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷെ ചത്തുപോയത് നാട്ടുകാരല്ല, അനന്യാസും സഫീറയും ചത്തുപോയത്, അല്ലേ? അങ്ങനെയല്ലേ വചനം പറയുന്നേ? അനന്യാസും സഫീറയും ആമേൻ അവര് തമ്മിൽ ഒത്തൊരു കാര്യം ചെയ്തു. അത് അവർക്കൊരു നന്മയായിട്ട് തീരുമെന്ന് വിചാരിച്ചു. പക്ഷെ ദുരന്തത്തിൽ അവസാനിച്ചു. എന്താ കാരണം? അതിലെത്രയോ ശ്രേഷ്ഠമാണ് പൗലോസിന് രോഗം വഹിച്ചോണ്ട് താൻ ജീവിച്ചിരിക്കുന്നതെന്ന് അറിയാവോ? അവിടെ ഒരു രോഗവും അനന്യാസിന് സഫീറയ്ക്കും കൊടുത്തില്ല. ഒരു പ്രയർ റിക്വസ്റ്റ് പോലും ഉണ്ടായില്ല, തട്ടിപ്പോയി. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ശരീരത്തിൽ നീങ്ങാത്ത രോഗം വെച്ചിട്ട് നിന്നെ ശരിയാക്കാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വാക്യം വായിച്ചാ മതി. എന്താ അവിടെ വായിച്ചേക്കുന്നത്? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ച് പോകാതിരിക്കുവാൻ. അപ്പൊ ശ്രദ്ധിക്കട്ടെ, ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അപ്പൊ ജഡം
നമ്മുടെ ആത്മീക ജീവിതത്തിൽ, നമ്മുടെ ആത്മാവിന്റെ ഒരുക്കത്തോടുള്ള ബന്ധത്തിൽ ശരീരത്തെ സന്ദർശിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിപ്പെട്ടതാണ്. ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഉൾക്കൊള്ളാൻ പറ്റുമോ? ഉൾക്കൊള്ളാൻ പറ്റും. നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ എനിക്ക് സുഖമില്ല, വേഗം സൗഖ്യത, വേഗം സൗഖ്യത, വേഗം സൗഖ്യത. നമ്മൾ ഒരു 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടുമില്ല. രാത്രി ഇറങ്ങുമ്പോൾ മുഴുവനും പിച്ചും പെയ്യുവേ ഉള്ളൂ. നീ ഒന്നും കണ്ടിട്ടില്ല, പോരാട്ടം ഉണ്ട് താൻ. അപ്പൊ നീ എവിടെ കിടക്കുന്നേ? ഇത് പൗലോസ് വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ച് നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാണ് ശരീരത്തിൽ ശൂലം കിട്ടിയെന്ന് പറഞ്ഞ രോഗം മാറാത്ത രോഗം കിടക്കുന്നത്. നീ ഒരു വെളിപ്പാടും കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല. ഇപ്പോഴേ ആരംഭിച്ചപ്പോഴേ ശൂലം കൊണ്ട് തിരിയാനും മേലെ അറിയാനും മേലേക്ക് നീ എത്രത്തോളം നിഗളിച്ചാ കിടക്കുന്നതെന്ന് നിന്റെ നിഗളത്തിന്റെ അളവുപോലൊന്ന് നോക്കണം. അല്ലേ? അല്ലേ? നമ്മൾ സത്യാവസ്ഥയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മള് എന്താ പറയുന്ന ഈ പുറമോടിയിൽ നമ്മൾ സുഖിപ്പിച്ചെന്തെങ്കിലും പറഞ്ഞാലൊന്നും ദൈവം അത് പരിഗണിക്കത്തില്ല. യാഥാർത്ഥ്യത്തിലെ ദൈവം പരിഗണിക്കത്തുള്ളൂ. ഇന്ന് പകർന്നേരം ഒന്ന് മനസ്സിലാക്കണം. ആമേൻ. യാഥാർത്ഥ്യം എന്താ? ഈ ദൈവദാസൻ പുതിയ നിയമത്തിന്റെ അകത്ത് ഇത്രയെ ശ്രേഷ്ഠമായ ലേഖനങ്ങൾ എഴുതിയ മറ്റൊരു വ്യക്തിയില്ല. സുവിശേഷ വേലയെക്കുറിച്ചും ക്രിസ്ത്യൻ ജീവിതത്തെക്കുറിച്ച് സവിസ്തരം വെളിപ്പെടുത്തിയ ലേഖനങ്ങൾ, ഈടുറ്റ ലേഖനങ്ങൾ പുറപ്പെട്ടു വന്ന പൗലോസ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഈ വായിക്കുമ്പോൾ അനുഭവിക്കുന്ന സുഖങ്ങളൊന്നും ഇത് എഴുതുമ്പോൾ എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചിരുന്നില്ല. മനസ്സിലായോ? വായിച്ച ആ ഭാഗം ഒന്നും കൂടെ വായിച്ചു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ച് പോകാതിരിക്കുവാൻ എനിക്ക് ഒരു ശൂലം തന്നിരിക്കുന്നു. കണ്ടോ? അപ്പോ ഇത് ആരാണ്ട് എനിക്കെട്ട് പണിതാണെന്നാണോ പൗലോസ് എഴുതി വെച്ചേക്കുന്നേ? ആണോ? ആരാണ്ട് എനിക്കെട്ട് എന്തോ കാണാവാ പറയുന്നുണ്ടോ? നീ കർത്താവിന്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. നീയും പിശാചുമായിട്ട് തന്നെ ബന്ധം. നീയും നിന്റെ നേർക്ക് വരുന്ന ക്ഷുദ്രവും നീയുമായിട്ട് തന്നെ ബന്ധം ഇരിക്കുന്നേ. എന്താ ബന്ധം ഇരിക്കുന്നേ? എന്തെങ്കിലും ബന്ധമുണ്ടോ? നീ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അവിടെ വരുമ്പോഴൊരു ചോദ്യം ഇരിക്കുന്ന, ആണോ അല്ലയോ എന്നല്ലേ? പൗലോസിന് ആ സംശയമൊന്നുമില്ലായിരുന്നു. കാര്യം എന്നാ? ദൈവത്തിന്റെ ആത്മാവ് അവനെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കണം, നീ പിശാചിന്റെ ഏറ് കൊള്ളാനിരിക്കുന്നവനല്ല, നീ ദൈവവൈതലാണ്. നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ മറ്റൊരു ഭാഗം കൂടെ നമുക്കൊന്ന് ചേർത്ത് വായിക്കണം. എന്താണെന്നറിയാവോ? ഈ ബോധ്യമാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. ബോധ്യം. ആമേൻ. നമുക്ക് ഗലാത്യ ലേഖനം നമുക്ക് എടുക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. 1:16. ഗലാത്യ ലേഖനം 1:16. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പൗലോസ് അറിയിക്കുവാൻ, പുത്രനാകുന്ന ക്രിസ്തുവിനെ പൗലോസിൽ വെളിപ്പെടുത്തുവാൻ പിതാവ് പ്രസാദിച്ചപ്പോൾ. അപ്പോ ഉപയോഗിക്കുന്നത് ആരാണ് നിന്നെ? അല്ലമ്മേ, നിന്നെ ഉപയോഗിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന സ്വർഗീയ പിതാവാണ്. കാര്യം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് മേടിക്കും, അയച്ചു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുത്രൻ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് പിതാവായ ദൈവമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പിതാവിന്റെ ഇഷ്ടം എന്താണ്? പുത്രനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് പ്രസംഗം പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായിരിക്കണം. അപ്പോൾ പൗലോസ് തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. സ്വർഗീയ പിതാവിന് എന്നിലൂടെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ പിതാവ് പദ്ധതി ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ വായിക്കുന്നത് എന്താണ്? സ്തോത്രം. വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ മനസ്സിലാക്കണം, എല്ലാവരുടെ മേലും പ്രസാദമുണ്ടോ? പുത്രനെ വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പിതാവിന്റെ പ്രസാദം വരണം. പിതാവായ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുന്നവനിൽ മാത്രമാ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ കിട്ടത്തുള്ളൂ.
അല്ലെങ്കിൽ അത് കിട്ടും ഇത് കിട്ടും, അതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നിന്നെ അതാക്കും ഇതാക്കും, വാല് തലയാകും, തല ചെവിയാകും ഒക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അല്ലാതെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പുത്രനാകുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരുക്കി വെച്ചിരിക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെടുത്തണം. ഇതല്ല വിഷയം, അടുത്ത വിഷയമാണ്. എങ്കിലും ഇതിനോടുകൂടെ ചേർന്ന് വരണമല്ലോ. ഇവിടെ പൗലോസിന്റെ ബോധ്യം നമ്മളൊന്ന് തിരിച്ചറിയണം. അവിടെ എന്താ പറയുക മനസ്സിലാക്കുന്നത്? പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ പിതാവ് പ്രസാദിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത വാക്ക് വായിച്ചേ. ഞാൻ മാംസരക്തങ്ങളോട് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു ദൈവ പൈതലിന്റെ മുമ്പിൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് ആരാധന? മാംസരക്തങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? സ്തോത്രം. മാംസരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരായ മറ്റുള്ളവരാരോടും പൗലോസ് ചോദിക്കാൻ പോയില്ല. കാരണം എന്താ? അതിന് 14-ാം വാക്യം ഒന്ന് വായിച്ചേ. 14-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. അവിടെ നിന്നേ ഇതെന്താ പൗലോസ് പറഞ്ഞു വരുന്നേ? താൻ സിനഗോഗിൽ നിന്നും പ്രാപിച്ചതും അല്ലെങ്കിൽ ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്നും പ്രാപിച്ച ന്യായപ്രമാണത്തിനൊന്നും തരാൻ കഴിയാത്ത ഒരു മഹത്വം ദൈവത്തിന്റെ ആത്മാവ് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു. എന്താണ് ആ വെളിപ്പാട്? എന്താണ് ആ വെളിപ്പാട്? എന്നെ അമ്മയുടെ ഗർഭം മുതലേ എന്നെ വേർതിരിച്ച ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, വ്യത്യസ്തമായ ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു. പിടികിട്ടിയോ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തായിരുന്നു അപ്പോസ്തല പ്രവർത്തിക്ക് നമ്മൾ നോക്കുമ്പോൾ അനന്യാസ് പ്രാർത്ഥിച്ചു, അല്ല അനന്യാസ് ചോദിച്ചു, അല്ലേ? അനന്യാസ് എന്നാ ചോദിച്ചത്? മറന്നുപോയോ? എടുക്കണോ? അവിടെ തരയണ്ട, എടുക്കണോ? അവിടെ ഇല്ല, എടുക്കണോ? അതൊന്നും അല്ല, എടുക്കണോ? അതാണ് ചോദിച്ചതിന് മറുപടി പറ, വേഗം പറ. ഇവിടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. സ്വതന്ത്രം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 9-ാമത്തെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം മുതൽ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 9:12 വേഗം വായിക്കാം. വായിച്ചാട്ടെ. 9:12. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്നു. ഞാൻ കാഴ്ച പ്രാപിക്കേണ്ടതിന്, താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന്, ഞാനല്ല താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ ക്രിസ്ത്യന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു. ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് ഭാവൃതന്മാരുടെ അധികാരപത്രമുണ്ട് എന്നുത്തരം പറഞ്ഞു. ശ്രദ്ധിച്ചേ, അവിടെ പൗലോസിനെ കുറിച്ച് അനന്യാസ് ഇത് പറയുമ്പോ അനന്യാസ് പൗലോസിന്റെ ഭൗതികമായ അധികാരത്തെ കുറിച്ച് പറയുകയാണ്. എന്നാൽ ദൈവം അതല്ല കാണുന്നത്. വായിച്ചേ, തുറന്നു വായിച്ചേ. പിടിച്ചു കെട്ടുവാൻ
അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രം ആകുന്നു. എന്റെ നാമത്തിനു വേണ്ടി അവന് എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാവുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഇവിടെ പൗലോസിനെ കുറിച്ച് ഇവിടെ പറയുന്ന കാര്യങ്ങള് അനന്യാസ് പറഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ എന്റെ നാമനിമിത്തം എന്തൊക്കെ കഷ്ടം അവൻ സഹിക്കേണ്ടതാകുന്നു, എന്റെ നാമം നിമിത്തം, അല്ലെ? അവിടെ വായിക്കുന്നു, എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്നും ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ച്, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിക്കും, പരിശുദ്ധാത്മപൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴി നിനക്ക് പ്രത്യക്ഷനായി യേശു കർത്താവ് നയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കണ്ണിൽ ചെതുമ്പൽ പോലെ വീണു, കാഴ്ച പ്രാപിച്ച് എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കഴിക്കുകയും ബലം പ്രാപിക്കുകയും ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ അനന്യാസ് പറയുന്ന കാര്യങ്ങൾ ആ സമയത്തെ കുറിച്ചുള്ള കാര്യങ്ങളാ പറയുന്നതെങ്കിലും പൗലോസിനോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് എന്താണ്? ദൈവം സ്വത്രം അനന്യാസിനോട് സംസാരിക്കുമ്പോൾ അനന്യാസ് പറയുന്നത് ഇവന്റെ ഈ കാലഘട്ടത്തിലുള്ള ഇവന്റെ കുറവുകളും പ്രശ്നങ്ങളും ഇവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ചാണ് മറ്റുള്ളവരോട് എടുത്ത് പറയുന്നത്. ദൈവസന്നിധി പറയുന്നതാണ്. ഇവരുടെ അതായത് സഭയ്ക്കകത്തെ സ്വാഭാവികമായ സംസാര വിഷയമാണ് അവിടെ പറയുന്നതെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് പൗലോസിന് വെളിപ്പെടുത്തുന്നത് എന്താണ്? അതാണ് അവിടെ കണ്ട് നമ്മൾ ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിച്ച്, സ്തോത്രം, അതിന്റെ 13-ാം വാക്യം മുതൽ വായിച്ചേ. ഗലാത്യ ലേഖനം 1:13 അവിടെ വായിക്കുന്നത്, യഹൂദ മതത്തിൽ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃ പാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി. അപ്പോൾ ശ്രദ്ധിച്ചേ, പൗലോസ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഞാൻ എന്റെ മുമ്പിലത്തെ നടപ്പനുസരിച്ച് ന്യായപ്രമാണ പ്രകാരം നോക്കുമ്പോൾ സ്വതന്ത്രം സഭയോ സ്വതന്ത്ര സിനഗോഗിലുള്ള യഹൂദ മതത്തിലുള്ള എരിവ് ഏറിയിട്ട് എന്ത് ചെയ്തു? ഇതിനെതിരെ പ്രസംഗിക്കുന്നവരെല്ലാം കൊന്നുമുടിക്കുവാനുള്ള പ്ലാനുമായിട്ടാണ് പോയത്. അങ്ങനെ കൊന്നുമുടിക്കുവാൻ വന്നവനെ ദൈവം തന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുമ്പോ കർത്താവ് ഒരുവനെ തെരഞ്ഞെടുക്കുമ്പോൾ നാട്ടുകാരെ നോക്കിയിട്ടല്ല ദൈവം ഒരുവനെ തെരഞ്ഞെടുക്കുന്നത്. ആണോ? ഹല്ലേലൂയ. ഇന്ന് ദൈവസഭയെ മുടിച്ചോണ്ടിരിക്കുന്ന, ഉപദ്രവിച്ചോണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഇന്ന് ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന നാളവൻ കർത്താവിന്റെ പദ്ധതിയിലേക്ക് വരുമ്പോ ഇന്ന് അവൻ ചെയ്തു കൂട്ടതും കർത്താവിനെതിരെ പ്രസംഗിച്ചതുമാണ് നമുക്കറിയാവുന്നത്. പക്ഷെ ദൈവത്തിനെ സംബന്ധിച്ച്, അവന്റെ സഭയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം നിലനിൽക്കുന്നവനല്ല ദൈവം. മനസ്സിലായോ? അവൻ തന്റെ പദ്ധതി നിവർത്തിക്കാൻ, അവന്റെ ആലോചന നിവർത്തിക്കുവാൻ വീണ്ടും കർത്താവ് മുമ്പോട്ട് സ്റ്റെപ്പുകളെ വെക്കും. അപ്പൊ അനന്യാസ് പൗലോസിന്റെ അടുക്കൽ ചെന്നു, പ്രാർത്ഥിച്ചു. അവന്റെ കണ്ണിൽ നിന്ന് ആ കസോത്രം, മൂടല് മാറി, സൗഖ്യം വന്നു. എന്നാൽ അവൻ സ്നാനപ്പെട്ടു കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ പൗലോസ് ലേഖനങ്ങളിൽ പൗലോസ് ആത്മനിറവിൽ വന്ന സമയത്ത് പൗലോസ് ആത്മാവിൽ പ്രാപിച്ച ബോധ്യം എന്താണ്? അനന്യാസ് പറഞ്ഞത് മാത്രം കേട്ടോണ്ട് നടക്കാനല്ല കർത്താവ് വെച്ചത്. അല്ലെങ്കിൽ അനന്യാസിനെ പോലെ മറ്റുള്ളവർ പറയുന്ന പോലെ പൗലോസിനെ കുറിച്ച് പറയുന്ന ഒരേ കഥ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. കാരണം എന്നാണെന്നറിയാമോ? ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം ഒരുവനെ ഉപയോഗിക്കുവാൻ പദ്ധതി ഇടുമ്പോൾ നമ്മൾ കടന്നു വന്ന പശ്ചാത്തലം മാത്രം ആ പ്രസംഗ വിഷയമെങ്കിൽ അവിടം കൊണ്ട് ഒതുങ്ങാനല്ല ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത്. എന്തായാലും കാരണം എന്നാണെന്നറിയാമോ? അതിന്റെ 1-ാം അധ്യായം 22, 23, 24 ഒന്ന് വായിച്ചേ. 1-ന്റെ 22, 23, 24 ഗലാത്യ ലേഖനം 1-ന്റെ 22, 23, 24 അവസാനത്തെ 1-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ 3 വാക്യം വായിച്ചേ. ഇവിടെ വായിക്കട്ടെ മൈക്കൂടെ വായിക്കട്ടെ. ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. ശ്രദ്ധിക്കണം, അവിടെ പൗലോസ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് അവിടെ പറയുന്നത് യഹൂദയിലുള്ള ക്രിസ്തു സഭകൾക്ക് എനിക്ക് മുഖപരിചയം ഇല്ല, അവർക്ക് എന്നെ അറിയത്തില്ല. പിന്നെ അവർക്ക് ആകെ അറിയാവുന്ന എന്നാ വായിച്ചേ? മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ. ഇതാണ് ഇവിടെ. പണ്ട് ഞാൻ കള്ളനായിരുന്നു, നക്സലേറ്റ് ആയിരുന്നു, കൊള്ളക്കാരനായിരുന്നു, തീവെട്ടിക്കേസായിരുന്നു. ഇതല്ല.
ചിലരെ സംബന്ധിച്ച് ഇത് പറഞ്ഞങ്ങ് അവന്റെ മുമ്പോട്ടുള്ള യാത്ര അവസാനിക്കുക. എന്താ വാക്യം വായിക്കുന്നത്? മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം അവിടെ ചെല്ലുമ്പോ പറയുന്നത് പണ്ടൊക്കെ നമുക്കൊട്ട് എതിരായിരുന്നു കേട്ടോ, അയ്യോ ഇവരിപ്പൊ പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പൊ പ്രസംഗിക്കുന്നത് പലരും കേൾക്കുന്നില്ല. എല്ലാവരുടെ ഉള്ളിൽ പണ്ടത്തെ കാര്യമാണ് ഇരിക്കുന്നത്. ഇത് അനേക സഭകളെ ഭരിക്കുന്നത് ഇതാണ്. ഇന്ന് നടക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല. പണ്ടുള്ളതേ കേട്ടോണ്ടിരിക്കുന്നത്. അത് പരാജയത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. ചിലര് ആയുഷ്കാലം മുഴുവനും പണ്ടൊരു വലിയ ഗുണ്ടയായിരുന്നു. ഇപ്പോഴും നീ ഇപ്പൊ വെളിപ്പെടുന്ന വിഷയമില്ല. പണ്ട് നിന്നെ ഗുണ്ട, അതാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പണ്ടുള്ള ഗുണ്ടേനെയാണ് ഇപ്പോഴും കാണുന്നത്. പണ്ടത്തെ കൊട്ടേഷനെയാണ് ഇപ്പോഴും കാണുന്നത്. ഇന്ന് അവന് വെളിപ്പെടുന്ന അത് പറയാൻ വേറെ ആളുണ്ടെന്ന്. ഇത് അവിടെ വന്നപ്പോഴാണ് കർത്താവ് പൗലോസിനെ വ്യത്യസ്തനാക്കിയത്. പിടികിട്ടിയോ? പൗലോസ് രംഗപ്രവേശനം ചെയ്യുമ്പോ ആരംഭ ദശയിലെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോ സ്വന്തം ഹല്ലേലൂയ അവിടെ കൊർന്നല്യോസ് അല്ലല്ലോ അനന്യാസ് പറഞ്ഞ പോലെ അവൻ നമ്മുടെ മാർഗത്തെ മുടിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ കർത്താവ് അത് കേട്ട് കർത്താവ് മറുപടി പറഞ്ഞ് എന്റെ നാമം നിമിത്തം എന്തൊക്കെ കർത്താവിന് അനുഭവിക്കേണ്ടി വരുമെന്ന് എല്ലാവരും അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് വലിയ കാര്യം. സ്തോത്രം. പക്ഷെ ഒരു കാര്യങ്ങളുണ്ട്. അവനെന്നും അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ ഇരിക്കാനല്ല ഞാൻ ഒരുത്തരെ വിളിച്ചേക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഏത് നിലവാരത്തിൽ ഉപയോഗിക്കപ്പെടണമെന്ന് ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടോ ആ പദ്ധതിയിലേക്ക് ദൈവം അവരെ കൊണ്ട് ചെല്ലുക തന്നെ ചെയ്യും. അല്ലാതെ ഒരു അനന്യാസിനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ അത് വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലായി ആ ഒരു കാലഘട്ടമാണ് സഭയെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിൽ ഭീതി. അത് പൗലോസ് തിരിച്ചറിഞ്ഞു. രക്ഷണാനുഭൂതി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും എവിടെ ചെല്ലുമ്പോഴും പൗലോസിനെ കുറിച്ച് പറയുന്ന ഈ ഒരു ഒറ്റ കാര്യമുള്ളൂ. പക്ഷെ അത് നിമിത്തം പൗലോസിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന മർമ്മങ്ങളും വിലയേറിയ വെളിപ്പാടുകളും ഗ്രഹിക്കാൻ സഭയ്ക്ക് പ്രാപ്തമല്ലാതായി പോയി. പിടികിട്ടിയോ? അതുകൊണ്ടാണ് നമ്മളവിടെ കൊരിന്ത്യ സഭയ്ക്കകത്ത് നമ്മൾ ചെല്ലുമ്പോ പൗലോസിന്റെ അപ്പോസ്തോലികത്തെ ചോദ്യം ചെയ്തതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇതേ വിഷയമാണ് ഈ ലേഖനത്തിൽ നമ്മൾ പൗലോസ് ഇവിടെ പറയുന്നത്. എന്താണ്? പൗലോസിനെ കുറിച്ച് മറ്റുള്ളവർ കാണുന്ന ആ വീക്ഷണം ഇവിടെ എടുത്തു കാണിക്കുക. അതല്ലേ വായിക്കുന്നത്? എന്താ വായിക്കുന്നത്? യഹൂദിയിലെ ക്രിസ്തു സഭകൾക്ക് ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ. വായിച്ചോ. മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം. കണ്ടോ? അത്രയും കൊണ്ട് ഒതുങ്ങുക. ഇതൊരു വിഷയമാണ് മാത്രം. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? മുമ്പേ മുടിച്ചവൻ വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം. ബട്ട് ഓൺലി ദൈ kept bearing. He who once persecuted us is now preaching the faith which he once tried to destroy. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കൽ മുടിച്ച മാർഗത്തെ അവൻ ഇപ്പോൾ പ്രസംഗിക്കുന്നു. അത്രയും കൊണ്ട് എന്താ പ്രസംഗിക്കുന്നതെന്ന് ഒരിക്കലും റെഡിയാകുന്നില്ല. അങ്ങനെ ഉള്ളിടത്ത് പിന്നീട് നിന്നേക്കരുത്, വിട്ടോണം. സുവിശേഷത്തിന് തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്. പണ്ട് ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പൊ യേശുവിലേക്ക് വന്നു, സ്തോത്രം. അതിനപ്പുറം ചില കാര്യങ്ങൾ പറയുമ്പോ അത് കേൾക്കാൻ കഴിയാതെ വരുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? നിന്റെ പുറകിൽ കിടക്കുന്ന ചരിത്രം പലർക്കും അറിയാവുന്ന. അങ്ങനെയുള്ള ഒരു 100 പേര് സഭയ്ക്കുന്നുണ്ട്. അവർ ഒരിക്കലും ആ ദൈവദാസനിലൂടെ സത്യസുവിശേഷം കേൾക്കില്ല, വെളിപ്പാടുകൾ പ്രാപിക്കത്തില്ല. കാരണം ഇതൊരു തടസ്സമാണ്. അല്ലേ? ആ ഭാഗം വായിച്ച് ഇവിടെ വായിക്കുന്നത് ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെയല്ലേ ഇവിടെ വായിക്കുന്നേ? ആമേൻ, സഹോദരൻ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയാണെങ്കിൽ പൗലോസ് ഈ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി, അല്ലേ? കഷ്ടങ്ങളിലൂടെ കടന്നുപോയി പല ആവർത്തി താൻ പ്രാർത്ഥിച്ചിട്ടും എന്തില്ല? സൗഖ്യമില്ല. എന്താ അതിന് കാരണം? സൗഖ്യമില്ലാത്ത തന്നെ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാണ് എന്ത് ചെയ്തത്? ജഡത്തിലൊരു ശൂലം കൊടുത്തത്, അല്ലേ? ജഡത്തിലൊരു ശൂലം കൊടുത്തത്. വായിച്ച ഭാഗം വായിച്ച്. ഇവിടെ വായിക്കുന്നത് സ്തോത്രം. വായിച്ചേ. 2 കൊരിന്ത്യർ 12:7.
വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അപ്പൊ ശ്രദ്ധിക്കണം, സാത്താന്റെ ദൂതനെ അവിടെ നിർത്തിയേക്കുക. നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് പോവോ? ഇനി എങ്ങനെ ഡീൽ ചെയ്യും? ഒറ്റ വഴിയേ ഉള്ളൂ. ശ്രദ്ധിക്കേ, ഒറ്റ വഴിയുള്ളൂ. നീ നിഗളിക്കാതെ ഇരുന്ന അത് കുത്താതെ ഇരിക്കും. നീ പാപം ചെയ്യാതിരുന്ന അത് കുത്താതിരിക്കും. നീ ആവശ്യമില്ലാതെ ചാട്ടവും ബഹളവും ഒച്ചയും കോപമായിട്ട് ഇരിക്കാതിരുന്നാൽ അത് കുത്താതിരിക്കും. നീ എപ്പോഴൊക്കെ ഇത് കാണിക്കുന്നോ അപ്പോഴെല്ലാം കുത്തു കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് കുത്തു കിട്ടി ഊപ്പാട് വരുന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ വിട്ടോ വായിലെ ഉമ്മുനീര് തീരുന്നല്ലാതെ ഒരു വ്യത്യാസം വരുന്നില്ല. നീ എന്ന് നേരെയാകുന്നോ അന്ന് ആ സാധനം മര്യാദക്കിരിക്കും. അല്ലേ? ഇത് എങ്ങനെയുള്ള വിഷയമാണ്? ദൈവത്താൽ അനുവദിക്കപ്പെട്ട വിഷയങ്ങൾ കയ്യിലുള്ളൂ. ദൈവം അനുവദിച്ച വിഷയങ്ങൾ കയ്യിലുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. കാരണം എന്താ? ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ അവിടെ കാണുന്ന കാര്യം എന്താ? ഗലാത്യ ലേഖനം 1 സ്തോത്രം അതിന്റെ 13 വായിച്ച തന്നെ, യഹൂദ മതത്തിൽ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ, താനായിരുന്ന വിശ്വാസത്തിൽ ഉറപ്പുണ്ടായിരുന്നു, അല്ലേ? അതിൽ എരിവേറിയവനായിരുന്നു. എന്നാൽ പൗലോസ് അടുത്ത വാക്ക് ശ്രദ്ധിച്ചു. അവിടെ വായിക്കുന്നത് എങ്കിലും എന്റെ ജനനം മുതൽ. അപ്പൊ ശ്രദ്ധിച്ച, ജനനം മുതൽ വേർതിരിച്ച ദൈവത്തിന്റെ പദ്ധതിയാണ് അവിടെ വിഷയം. എന്നെ അവിടെ വേർതിരിച്ചു കർത്താവ്. ഞാൻ പഴയതല്ല, കർത്താവ് എന്നെ പുതുതാക്കി തീർത്തിരിക്കുന്നു. മനസ്സിലാക്കുന്നുണ്ടോ? എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു. കാരണം അപ്പൊ പൗലോസ് ഇത് കണക്ട് ചെയ്തു. ഇന്ന് താൻ രക്ഷയുടെ അനുഭവത്തിൽ വന്നു. പരിശുദ്ധാത്മാവ് എന്നിൽ വന്നപ്പോൾ തന്നെ കർത്താവിന്റെ പദ്ധതിക്കായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തു, നിന്നെ രക്ഷിച്ചു. പാപത്തിൽ നിന്ന് കർത്താവ് നിന്നെ രക്ഷിച്ചു എന്നുള്ള ബോധ്യം വന്നപ്പോൾ യഹൂദ മതത്തിലെ യാതൊരു കൽപ്പനകൾക്കോ യാഗങ്ങൾക്കോ കഴിയാത്തതാണ് പുത്രന്റെ ശരീരയാഗത്താൽ ഒരുവനിലേക്ക് വരുവാൻ ഇടയായി തീർന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചത് എങ്ങനെയാ? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടാണ്. അവന്റെ മരണത്തെ അംഗീകരിച്ചത് കൊണ്ടാണ്. വെള്ളത്തിൽ സ്നാനപ്പെട്ട ഉടനെ പരിശുദ്ധാത്മാവിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, ഇവിടെ അനന്യാസിന്റെ വിഷയമാണെങ്കിൽ അനന്യാസ് അവിടെ പറയുന്നൊരു കാര്യം എന്താണ്? അവിടെ വായിക്കുന്ന, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് എടുക്കണ്ട. അവിടെ വായിക്കാം 9:17. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ച്, ശൗലേ സഹോദരൻ, നീ കാഴ്ച പ്രാപിച്ചു പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന്. അപ്പോൾ ആദ്യം സൗഖ്യം വരണം. രണ്ടാമത് എന്ത് സംഭവിക്കണം? പരിശുദ്ധാത്മാവിന്റെ നിറവ് വരണം. ഈ 2 കാര്യത്തിലാണ് അനന്യാസ് അവിടെ ചെന്നത്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാണെന്നറിയാവോ? ദൈവശക്തി പൗലോസിൽ വരുന്നതിന് മുമ്പ് പൗലോസിനെ കുറിച്ച് പറയുന്ന കുറ്റങ്ങളും കുറവുകളുമാണ് അവിടെ എല്ലാവരും കേട്ടിട്ടുള്ളൂ. എന്നാൽ ദൈവശക്തി വന്നതിന് ശേഷം രൂപാന്തരം വന്ന പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് അനന്യാസ് കണ്ടിട്ടില്ല. അതാണ് ഗലാത്യ സഭയ്ക്കകത്ത് സംഭവിച്ചത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ട പൗലോസിൽ എന്ത് രൂപാന്തരം വന്നെന്ന് സഭയ്ക്ക് കാണാൻ പറ്റുന്നില്ല. അതിനു മുമ്പേ ഉള്ള ചരിത്രം, വണ്ടി ഓടിച്ചോണ്ട് പോയ കാര്യം, തെറി വിളിച്ച കാര്യങ്ങൾ, ബഹളങ്ങൾ, വെല്ലുവിളിച്ച കാര്യങ്ങൾ, 10 പേരെ തല്ലിയ കാര്യങ്ങൾ, ഇതാണ് സഭയ്ക്കകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവശക്തി ഇറങ്ങിയതിന് ശേഷം ഇവനിൽ വന്ന വ്യത്യാസം എന്തെന്ന് കേൾക്കണം. അതിലാണ് വിടുതലിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിൽ ദൈവശക്തി പ്രാപിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ മാറ്റം അറിയാനാണ് ദൈവസഭകൾ ആഗ്രഹിക്കേണ്ടത്. ആമേൻ. പണ്ട് നിങ്ങൾ കണ്ടാ മിണ്ടാത്തവനാണെന്നും കണ്ടാ നെറ്റി വിളിക്കുന്നവനായിരുന്നു, കണ്ടാ തെറി പറയുന്നത്, ഇതൊന്നുമല്ല. അവൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവ പൈതലായി തീർന്നതിന് ശേഷം ഉള്ള കാര്യം എന്താന്നുള്ളതാണ് അവിടെ വിഷയം. അത് പറയണം. അത് പറയുന്നില്ല. ഗലാത്യ സഭയ്ക്കകത്തെ പ്രശ്നം അതാ. അതിന് പ്രശ്നം എന്നാന്നറിയാവോ? അവിടെ പത്രോസ് ഉൾപ്പെടെയുള്ളവർ അവിടെ ഇരിപ്പുണ്ട്. ശിഷ്യന്മാര് കുറെ പേരിപ്പുണ്ട്. അവിടെ ദുരുപദേശം അടിച്ചു വെച്ചോണ്ടിരിക്കുക. എന്നാൽ ഒരു കാലത്ത് ഈ മാർഗത്തെ മുടിക്കാൻ നടന്നവൻ ഇന്ന് ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അവിടെ ജനത്തിന് ഇവ മുടിക്കാൻ നടന്ന കാലഘട്ടത്തിലെ ആ സ്റ്റോറി അവർക്ക് അറിയത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് അറിയത്തില്ല.
എന്നാൽ കർത്താവിന്റെ ശിഷ്യന്മാരായി കൂടെ നടന്ന 12 പേരിൽ 11 പേരും അവിടെ ഉണ്ട്. അതിൽ പ്രധാനിയായിരിക്കുന്ന പത്രോസ് അവിടെ ദുരുപദേശം പറയുക, നീ സുവിശേഷം കേട്ടോ, ഇടയ്ക്ക് നീ സ്നാനപ്പെടണം, യേശുക്രിസ്തുവിന് അഭിഷേകം പ്രാപിക്കണം, അതിന്റെ കൂടെ യാഗം കഴിക്കണം, ഭരിച്ചതിനെ ഏൽക്കണം കൂടെ പറഞ്ഞു. യേശുക്രിസ്തു വിശ്വസിക്കുന്നതിലൂടെ പരിച്ചതിനെ ഏറ്റാലും കുഴപ്പമില്ലെന്നുള്ള പഠിപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ്, അതെ പണ്ട് സൺഡേ സ്കൂളിൽ പോയവനാ ഇത് മനസ്സിലാകത്തുള്ളൂ, മീൻ പാറാൻ പോയവന് ആ വെളിപ്പാടേ ഉണ്ടാകത്തുള്ളൂ, പഠിച്ചവനെ കാര്യം അറിയത്തുള്ളൂ. ഇന്നും അതാ പ്രശ്നം, പഠിച്ചവന് മാത്രമേ ഇന്നും മറുപടിയുള്ളൂ. പക്ഷെ ആള് ചെല്ലുന്ന ആരുടെ പുറകെയാണെന്നറിയാം, വാറിന്റെ പുറകെയാ. പണ്ട് വെള്ളത്തിന് മേലെ നടന്നപ്പോൾ ആ കഥ പറഞ്ഞപ്പോഴും സോത്രം അതിനുശേഷം സോത്രം ഞാനാണ് 153 വലിയ മീനെ വലിച്ചു കയറ്റിയൊക്കെ കഥയൊക്കെ കേൾക്കാൻ എല്ലാവരും വരും. പക്ഷെ ഇവ പഠിപ്പിക്കുന്നതിന് ഒരു വലിയ തെറ്റുണ്ടെന്നുള്ള കാര്യം ആരും അറിയുന്നില്ല. അത് ന്യായപ്രമാണം പഠിച്ചാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന് പ്രാപിച്ചിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അത് പ്രാപിക്കണം. ഇന്ന് പ്രാപിക്കാത്തവരും പ്രാപിച്ചവരും തമ്മിലുള്ള ഫൈറ്റാണ് പെന്തക്കോസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് തമ്മിലുള്ള അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വായിച്ചേ, തുടർന്ന് വായിച്ചേ, 2-3 കാര്യം കൂടെ പറഞ്ഞു നിർത്താം. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ ഹൃദയം വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ. ശ്രദ്ധിക്കണം, 2 കാര്യങ്ങൾ അവിടെ ചെയ്യാതെ വരുന്നത് എന്തൊക്കെയാണ്? എനിക്ക് ഞാൻ മാംസരക്തങ്ങളോട് എങ്ങനെ ആലോചിക്കും? ലഭിക്കുന്നത് സ്വർഗീയ പിതാവ് എനിക്ക് വെളിപ്പെടുത്തുന്ന കാര്യം ഇത് ശരിയാണോ തെറ്റാണോ, ഞാൻ പോണോ വേണ്ടെന്ന് ആരോട് ചോദിക്കാനാ? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ യെരൂശലേമിൽ നിന്ന് സ്പെഷ്യൽ പ്രവാചകൻ വന്ന് കൈവച്ചിട്ടല്ല പൗലോസ് പോയത്. സ്പെഷ്യൽ മീറ്റിംഗ് വെച്ചാലേ കാര്യങ്ങൾക്ക് വിടുതലുള്ളൂ. അങ്ങനെ സംഭവം ആ പൗലോസിനെ സംബന്ധിച്ചില്ല. അവിടെ വേറെ കുറെ എണ്ണം ഉണ്ടെന്ന്, അവരുടെയൊക്കെ കാര്യത്തിന് അതൊക്കെ ആപ്ലിക്കബിൾ. പക്ഷെ പൗലോസിനെ സംബന്ധിച്ച് ദൈവം പുത്രനെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ സ്വർഗീയ പിതാവ് പ്രസാദിച്ചെങ്കിൽ അവന്റെ വിഷയത്തിന് വേണ്ടി ആര് കൈയിട്ടാൽ നടക്കത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് പൗലോസ് മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ അത് ഇവിടെയാണ് പൗലോസിന്റെ ആ പരിജ്ഞാനവും ശക്തിയും സമർപ്പണവും മനസ്സിലാകുന്നത്. തനിക്ക് ലഭിച്ചത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റി. ഇന്ന് നമ്മളെയൊക്കെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും 10 വട്ടം സംശയിച്ച് ചിന്തിച്ച് ചോദിച്ചോണ്ടിരിക്കുന്നത്. കാര്യം ചെയ്താൽ ആ ബോധ്യമില്ല. പക്ഷെ പൗലോസിന് കൊടുത്ത ബോധ്യം എന്താണ്? മകനെ പൗലോസേ, നീ സഭയെ മുടിക്കാൻ നടന്നതാണ് ഇവര് കണ്ടേക്കുന്നത്. പക്ഷെ ഞാൻ നിന്നെ ചെറുപ്പം മുതലേ അമ്മയുടെ ഗർഭത്തിൽ നീ ഉളവായത് മുതൽ ഇന്ന് വരെ നിന്നെ വേർതിരിച്ച് കൊണ്ട് നടന്ന് ഇന്ന് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നീ ചുവടുകളെ വെച്ചെങ്കിൽ നിന്നെ ഞാൻ ഇന്നല്ല കണ്ടത്, അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടതാണെന്നുള്ള ബോധ്യമാണ് പൗലോസ് ദൈവസഭയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ലൈഫിലൊന്ന് നോക്കിക്കേ, പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഹല്ലേലൂയ. ഇന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിലായിരുന്ന നാൾ മുതൽ ഇന്നുവരെ കടന്നു വന്ന വഴിയിലൂടെ ഒരുക്കപ്പെട്ട കഷ്ടങ്ങളും കണ്ണുനീരുകളും ശൂലങ്ങളും പ്രതിസന്ധികളും എന്തിനാണ് ഉണ്ടായി വരുന്നത്? എന്തിനാണ് ഒരുക്കപ്പെട്ടത് എന്ന് കർത്താവ് എന്നെ സ്തോത്രം ഹല്ലേലൂയ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ, ജനിക്കുന്നതിന് മുമ്പേ എന്റെ ദൈവം എന്നെ കണ്ടു. ഈ ബോധ്യമുണ്ടോ? കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അടുത്തത് വായിച്ചാട്ടെ. വായിച്ചേ. ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ. ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമായി. എനിക്ക് വെളിപ്പെട്ട കാര്യം ആരോട് ചോദിക്കാനാ? പണ്ട് ഞാൻ ഇന്നും ഓർക്കുന്നത് ഒരു ദർശനം കണ്ടു വർഷങ്ങൾക്ക് മുമ്പാ. അതായത് നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ട് 1.5-2 വർഷത്തിനുള്ളിൽ ഒരു ദർശനം കണ്ടു. ദർശനത്തിന്റെ അർത്ഥം അറിയത്തില്ല, കണ്ട കാഴ്ച നല്ലപോലെ ഓർമ്മയുണ്ട്, എന്നാൽ അത് ദർശനമാണെന്ന് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേറൊരു വ്യക്തിയെ വിളിച്ചു വരുത്തി. അങ്ങേര് വന്നൊരു സ്പെഷ്യൽ വർഷിപ്പും ചെറിയൊരു ഷോർട്ട് മെസ്സേജും അങ്ങേരുടെ ആ കുലുക്ക് സർവത്തെല്ലാം കൂടെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് ഇട്ട്, അല്ലേ? എന്റെ ഭാഷ ആ കുറിപ്പട എല്ലാം കൂടെ കൊണ്ടുപോയിട്ട്
എല്ലാം കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനേ അതെ വിളിച്ചതേ ഞാൻ ഇങ്ങനെ സംഭവം കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്നാന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇനിയും കാണും. അതാണ് രൂപ 5000 പോയി കിട്ടിയെന്നേ ഉള്ളൂ അല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇതുകൊണ്ട് ഇത് പൗലോസ് പറഞ്ഞു, നിന്നിൽ കർത്താവ് വെളിപ്പെടുത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നീ ഓരോ അപ്പോസ്തലനെ അന്വേഷിച്ചു പോണോ? നമ്മൾക്ക് ഇവിടുന്ന് മെയിൻ ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഒരു ലൈൻ വരയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളു, അത് സ്വർഗത്തിലാണ്. എല്ലാ വിശ്വാസിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വർഗത്തിലായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അവിടെ ചെന്നിട്ട് വളവ് തിരിഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് അവിടുന്ന് കേന്ദ്രത്തില് ഇന്ന പാസ്റ്ററുടെ വീട്ടിൽ അവിടുന്ന് ഇന്ന വ്യക്തിയോട് ചെന്നിട്ട് ആ പുള്ളിക്ക് അറിയാവുന്ന സ്പെഷ്യൽ പ്രവാചകനെ വിളിച്ച് കാര്യം അന്വേഷിച്ച് നിന്നോടും അവനോടും അറിഞ്ഞിട്ട് മൂന്നാമത് നിന്റെ അടുത്ത് വരും. മനസ്സിലാവുന്നു? ആനയെ തൊടാൻ പോയവല്ലേ പൊട്ടമല, അന്തന്മാർ ആനെ കാണാൻ പോയവല്ലേ ഉള്ളു. ഒരുത്തം പറയും ആന എങ്ങനെ ഇരിക്കുന്നു, മുറം പോലെ ഇരിക്കും. ഒരു ആന തൂണ് പോലെ ഇരിക്കുന്നു. ആന പിന്നെ എങ്ങനെ ഇരിക്കുന്നേ? ആന എങ്ങനെ ഇരിക്കുന്നേ? കസരയിലിരിക്കുവോ? ആന എങ്ങനെ ഇരിക്കുന്നല്ലേ? ഇതുപോലെയാണ് പലരുടെ അവസ്ഥ അല്ലേ. അതായത് ആനയെ കാണാൻ പോയവല്ലേ ഇരിക്കും. ഇങ്ങനെയല്ല, നിന്നെ ദൈവം വിളിച്ചാൽ നീ സ്വർഗത്തിലേക്ക് നിന്റെ കണ്ണുയർത്തിക്കോ. ആമേൻ. ശക്തമായ ആലോചനയാണ് ഈ പറയുന്നത്, സ്വർഗത്തിലേക്ക് ഉയർന്നത്. കാര്യം മറ്റുള്ളവർക്ക് വെളിപ്പെടാത്തത് നിനക്ക് തരുന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം നോക്കുന്ന ഒറ്റ കാര്യത്തിലാ. നീ അറിഞ്ഞ കാര്യം മറ്റുള്ളവരോട് ചോദിക്കും. നിന്നിലും സ്റ്റാൻഡേർഡ് കുറഞ്ഞവനോട് നീ എന്നാ ചോദിക്കാനാ? നിന്നെ പ്രാപിച്ച വെളിപ്പാടില്ലാത്തവരോട് നീ എന്നാ ചോദിക്കാനാ? മനസ്സിലാക്കണം, ഇതാണ് ദൈവം ഒരുവനെ തെരഞ്ഞെടുത്താലുള്ള പ്രത്യേകത. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കൽ ഒരു വിദ്വാൻ പറഞ്ഞ്, എന്നോട് ദൈവം പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, എന്തൊരു കാര്യങ്ങളോട് എനിക്ക് അറിയുന്ന കാര്യം ഞാൻ നേരെ പറയുള്ളൂ, അല്ല ആരുടെ ഒരു വിധമായ റിക്വസ്റ്റോ മറ്റുള്ളവരുടെ യാതൊരു വിധമായ അപ്പീലുകളോ ഞാൻ സ്വീകരിക്കുന്നില്ലെന്ന്. അപ്പൊ ഇതും കേട്ടിട്ട് പുള്ളിയെ വലിയവനാക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനെ വേറെ ആർക്കും ഈ വെളിപ്പാടില്ലേ? വേറെ ആർക്കും ഈ ദൈവശബ്ദം കേട്ടല്ലേ പോകുന്നു. അപ്പൊ ഈ ചിലര് ദൈവം ആക്കാൻ നടക്കുന്നവരും. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം പറയാം, അങ്ങനെ പലതും നടക്കും. യെരുശലേമിൽ ചെന്നാ പറയും, അയ്യോ പത്രോസിനോട് ഒന്നും പറയരുത്. ആ പത്രോസിന് തന്നെ വെളിപ്പെടുന്ന അങ്ങനെ പെട്ടാലും പിന്നെ എന്നാ വേണം? അതിന്റെ കൂടെ പരിച്ഛേദനം കൂടെ ചെയ്തു. ആ വെളിപ്പാടാണ്. അത് പ്രത്യേകിച്ച് കേൾക്കേണ്ട ഒരു കാര്യമില്ല. അവൻ ദൈവശബ്ദം കേട്ടോണ്ടിരിക്കുന്ന അങ്ങനെ കേട്ടോണ്ടിരിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുമ്പോഴും മനസ്സിലാക്കണം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവനാണ് നീയെങ്കിൽ നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവിന്റെ പദ്ധതി നീ തളർന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കുന്നില്ല. കാര്യങ്ങൾ ദൈവത്തെ ബോധപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരണം. പൗലോസിന്റെ തീരുമാനം എന്താ? മാംസരക്തങ്ങളോട് ചോദിച്ചില്ല. സമപ്രായക്കാരുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, പലരുണ്ട്, പല തിയോളജിയൻസ് ഉണ്ട്, അവരോടൊന്നും ചോദിച്ചില്ലെന്നേ. കാരണം എന്നാന്നറിയാവോ? അവർക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്ത നിനക്ക് വെളിപ്പെട്ടതൊന്നും അവർക്ക് വെളിപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ആ സെന്റർ നോക്കി പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് വെളിപ്പെടുന്നത് അവർക്ക് വെളിപ്പെടുന്നില്ല, പിന്നെ അവരുടെ വെളിപ്പാട് കേൾക്കാൻ പോകേണ്ട കാര്യമില്ല. അതിന്റെ റേഞ്ച് എവിടം വരെ ഉണ്ടെന്ന് മനസ്സിലായി, പിന്നെ അത് കേൾക്കാൻ പോകരുത്. മനസ്സിലായോ? അതാണ് പൗലോസ് ചെയ്തത്. അടുത്ത മാംസരക്തങ്ങളോട് ചോദിച്ചില്ല. പിന്നെന്താ ചെയ്യുന്നത്? യെരുശലേമിലിരിക്കുന്ന അപ്പോസ്തലന്മാർ എനിക്ക് മുമ്പേ ശ്രദ്ധിച്ച് അങ്ങോട്ട് പോയ എന്നാ പറ്റും? ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഇതേ പത്രോസിന്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആമേൻ, സ്തോത്രം, 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 സ്തോത്രം. അവിടെ അതിന്റെ 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. ശ്രദ്ധിച്ചേ. അപ്പോ മനസ്സിലായോ? ഇത് പൗലോസ് മാറി നിന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചത് കൊണ്ടായിരുന്നു സംഭവിച്ചത്.
അവരുടെ കൂടെ ഒരുവനായിട്ട് നിൽക്കാൻ പോയ കാര്യം നടക്കില്ല. ഒരു കാര്യം, നമ്മൾ കൂട്ട് കെട്ടിയാൽ ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കാൻ കഴിയത്തില്ല. കാരണം എന്നാ, നമ്മൾ എന്ത് പറഞ്ഞാലും പൗലോസിനോട് ചോദിച്ചിട്ട് വരട്ടെ, അല്ല പത്രോസിനോട് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ശമൂവേൽ ബാലനോട് എന്താവും കർത്താവ്? ശമൂവേലിനെ 3 വട്ടം ദൈവം വിളിച്ചു അല്ലെ? 3 വട്ടവും എങ്ങോടെ ചെന്ന് ചോദിച്ചു. ഏലിനടുക്ക ചെന്നിട്ട് പറഞ്ഞ, അടിയൻ ഇതാ പിതാവേ നീ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നാ സംഭവിച്ചു? അപ്പോ ഏലി പറഞ്ഞു, ഞാൻ മോനെ നിന്നെ വിളിച്ചില്ല. 3-ാമത്തെ വട്ടവും ചെന്ന് ഏലി ശമൂവേൽ ബാലൻ ചെന്ന് നിന്നപ്പോ ഏലി പറഞ്ഞു കൊടുത്തു, ഇനി നിന്നോട് സംസാരിച്ചാൽ അടിയൻ ഇതാ കർത്താവെ അരുളണമേ എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവം ആരോട് സംസാരിച്ചത്? ശമൂവേലിനോട് കേൾക്കാൻ കാരണം എന്താണെന്നറിയാവോ? ദൈവം പറഞ്ഞത് അനുസരിച്ചത് കൊണ്ടാണ് അത് കേട്ടത്. ദൈവം പറഞ്ഞത് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നീ നിൽക്കേണ്ടിടത്ത് നിൽക്കണം, പോകണ്ടാത്ത ഇടത്ത് പോകരുത്, വേർപെടേണ്ട മേഖലകളെ വേർപെട്ടിരിക്കണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവ ശബ്ദത്തെ, അതിന്റെ ശക്തിയെ കെടുത്താനിരിക്കുന്ന ചില കൂട്ടരാണ് ഇവരൊക്കെ. അവരിൽ നിന്നും മാറി നിന്നാൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. പലപ്പോഴും അവരുടെ കൂടെ കൂട്ടുകെട്ടിയിട്ട് ഒരു ശുശ്രൂഷ നടക്കത്തില്ല. കാര്യം പൗലോസ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? കാര്യം തന്നിൽ വെളിപ്പെടുത്തുവാനിരിക്കുന്ന കാര്യങ്ങൾ സ്വത്രം അത്ര ശ്രേഷ്ഠകരമാണ്. അത് എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിനെ അനുസരിച്ച് അതിനുവേണ്ടി കാത്തിരുന്നേ മതിയാകത്തുള്ളൂ. അവിടെ പൗലോസ് അത് അനുസരിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? പത്രോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ അതിലത്ത് പറയുക, സ്വന്തം ജ്ഞാനം പലതും പ്രാപിച്ചപ്പോൾ തന്നെ സ്വന്തം പൗലോസ് തന്റെ ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്നാൽ ഒരിടത്ത് പോലും പൗലോസിന്റെ ലേഖനത്തിൽ പത്രോസിനെ പരാമർശിച്ചിട്ടില്ല താനും. അതെന്താ അങ്ങനെ? അതാണ് രസം. വിളിയുടെ പ്രത്യേകതയാ. ഇങ്ങനെയൊക്കെ സംഭവിക്കൂന്ന് വല്ലതും സ്തോത്രം അനന്യാസിന് അറിയാമായിരുന്നോ? ഇങ്ങനെ സംഭവിക്കൂന്ന് അനന്യാസിന് അറിയാമായിരുന്നോ? അവൻ ഈ കാലഘട്ടത്തിൽ സഭയെ മുടിച്ചു പോകുന്നവനാണെന്നുള്ള ചരിത്രമേ പറയാനുള്ളൂ. പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ ദൈവം തന്റെ സഭയെക്കുറിച്ചുള്ള മർമ്മങ്ങളും ആഴങ്ങളും പദ്ധതികളും വെളിപ്പെടുത്തുമ്പോൾ ഞാൻ എന്റെ സമപ്രായക്കാരുടെക്കാളും അധികമായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. അതുകൊണ്ട് ജഡരക്തങ്ങളോട് ചോദിക്കത്തില്ല. മുമ്പേ അപ്പോസ്തലന്മാർ ആയവരുടെ അടുക്കൽ പോവുകയും അരുത്. അപ്പോൾ ഒരു കാര്യം തിരിച്ചു ചോദിക്കാനുണ്ട്. ഈ സ്തോത്രം ദൈവം പറയാത്ത നേതൃത്വത്തിന്റെ പിന്നാലെ പോകരുത്, അല്ലേ? അത് നീ നേരിൽ ദൈവത്തിന് ചോദിച്ചോണം. നമ്മൾ ഇന്ന് പലതും ക്ലെയിം ചെയ്ത് ഞാൻ നേതൃത്വ, എന്നെ അനുസരിക്ക അങ്ങനെ വചനം പറയുന്നുണ്ടോ? നമ്മുടെ മേലുള്ള വിളി എന്താണെന്നുള്ളതാണ് വിഷയം. പൗലോസിന്റെ മേൽ വെളിപ്പെട്ട അപ്പോസ്തോലിക ശുശ്രൂഷയാണെങ്കിൽ നിന്നിൽ പകരുന്നത് ഒരിക്കലും പത്രോസിൽ വെളിപ്പെടുത്താൻ പോകുന്നില്ല. മനസ്സിലാക്കണം. ആ ബോധ്യം നമ്മളിൽ വരണം. അതാണ് പരിശുദ്ധാത്മ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസിന് ആ ബോധ്യം ഉണ്ടായിരുന്നു. എന്താ അവിടെ പറയുന്നത്? തനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോയില്ല. പിന്നെ എന്ത് ചെയ്തു? ആ ഭാഗം വായിക്കുന്നത് എന്താണ്? 17-ാം വാക്യം. എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അപ്പോൾ മനസ്സിലാക്കണം, കണ്ടിന്യൂസ് ഈ ദൈവഭക്തന്റെ ജീവിതത്തിലെ എല്ലാ പ്രൊസീജറും പരിശുദ്ധാത്മാവ് തീരുമാനിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവിടെ പോകണോ വേണ്ടയോ? പരിശുദ്ധാത്മാവ് നീ അറിയിക്കണം. അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കണമോ പ്രവർത്തിക്കണമോ എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻ പരിശുദ്ധാത്മാവിന്റെ ആയിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ജീവിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ യെരുശലേമുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതെ ജീവിക്കേണ്ടി വരും. അതാണ് വിഷയം. അതല്ലേ വിഷയം? യെരുശലേമുമായിട്ടുള്ള കോണ്ടാക്ട് നഷ്ടപ്പെട്ടു പോകുമെന്ന് ലോകര് പറഞ്ഞാലും നിന്നിൽ വേണ്ട കോണ്ടാക്ട് സ്വർഗം കരുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ട കോണ്ടാക്ട് ഉയരത്തിന്ന ആ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ വേറെ കോണ്ടാക്റ്റുകൾ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. പക്ഷെ യെരുശലേമിൽ നിന്ന് കൊടുത്തിരുന്ന കത്തെന്നാന്നറിയാവോ? പൗലോസേ, നീ കാര്യത്തിൽ ശുശ്രൂഷയിലൊക്കെ ആണെങ്കിലും നീ തന്നെ നിൽക്കുന്നത് അപകടകരമാകട്ടോ, ഞങ്ങളോട് കൂടെ നിന്നാ മാത്രമേ ശുശ്രൂഷ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവ് പറയില്ല.
യെരൂശലേം എന്ന് പറയുന്ന ഡയലോഗും പരിശുദ്ധാത്മാവും നിന്നോട് പറയുന്ന ആലോചനയും രണ്ടും രണ്ടാന്ന് ഇന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലേ? ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ ശബ്ദം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. മനസ്സിലാകുന്നുണ്ടോ? പൗലോസിന്റെ ഭാവി കാലം നോക്കിക്കൊണ്ടാണ് ദൈവം അത് പറയുന്നതെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ശിംശോനോട് പറഞ്ഞ എന്നാണ്? ശിംശോനോടല്ല, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചക്കിന് പറഞ്ഞിരുന്ന ആരാണ്? സ്തോത്രം. ഗിദെയോനോട് എന്നാ പറഞ്ഞ? ഹേ പരാക്രമശാലി എന്ന്. എങ്ങനെയും തൂങ്ങിച്ചാകാൻ പറ്റത്തില്ല, ഉള്ളത് നിന്നിട്ട് എവിടെയെങ്കിലും പോയി കിടക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നവർ വിളിച്ചു പോയവരെന്നാണ് പരാക്രമശാലിയെ. എന്ത് കണ്ടിട്ടാ ഇവരെ പരാക്രമശാലി എന്ന് വിളിച്ചത്? എന്ത് കണ്ടിട്ടാ പരാക്രമശാലി എന്ന് വിളിച്ചേ? അവന്റെ തീറ്റാണ്ടൊക്കെയാണോ പരാക്രമശാലി എന്ന് വിളിച്ചത്? പിന്നെ എന്ത് കണ്ടിട്ടാ? പറ, എന്ത് കണ്ടിട്ടാ? അവന്റെ ഭാവിയെ നോക്കി ദൈവം. അവൻ ഭാവിയിൽ ചെയ്തെടുക്കുന്നതിനെ സ്വർഗം നോക്കി. നമ്മളിവിടെ പ്രസംഗിക്കുമ്പോഴും ഇതിന്റെ പിന്നിൽ ഇതിന് കാരണമാകുന്ന പൗലോസിന്റെ ജീവിതം, സ്തോത്രം, അങ്ങനെ വരയ്ക്കണമെന്നുള്ള ദൈവം തീരുമാനിച്ചത് കൊണ്ടാണ് അന്ന് ആരെയും വിളിക്കാൻ ദൈവം അനുവദിക്കാത്തത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നാം ഓരോരുത്തരും എവിടെ ചെല്ലുമെന്ന് ദൈവം കണ്ടുകൊണ്ട് തന്നെയാണ് ദൈവം ഇന്ന് ആ നിലവാരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടപെടലിന് പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കണം. കൊരിന്ത്യ ലേഖനത്തിന്റെ അകത്ത് എന്താ അവിടെ പറയുന്നത്? കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പറയുന്നത്, ഈ സ്തോത്രം, എന്റെ മേൽ പലവട്ടം സ്തോത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഈ ശൂലം എന്നിൽ നിന്ന് പോയില്ല. പോയോ? പലവട്ടം പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ്? വെളിപ്പാടാണ് വിഷയം. മനസ്സിലാകുന്നുണ്ട്? ആരംഭ ദിശയില് സ്തോത്രം യെരൂശലേമിലേക്ക് പോയില്ല, അപ്പോസ്തലന്മാരെ കണ്ടില്ല, മറ്റു മനുഷ്യരോട് തനിക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന വെളിപ്പാടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തില്ല പൗലോസ്. അപ്പോൾ തന്നെ അടുത്ത ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നതിന് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോ അവിടെ വായിക്കുന്ന കാര്യം എന്താണ്? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അപ്പോൾ മനസ്സിലാക്കണം, ആരംഭകാലത്തിൽ നീ പറഞ്ഞതെല്ലാം അനുസരിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് വെളിപ്പാടുകൾ മാറി. നീ ആദ്യ സമയത്ത് ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തി കിട്ടി. എന്നാൽ ആ വെളിപ്പെടുത്തലിന്റെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കാണുന്നത്, ഇവിടെ കാണുന്നത് എന്താണ്? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ എന്തൊക്കെ കണ്ടു കേട്ടോ? അവിടെ വായിക്കുന്നത് എന്താണ്? അവിടെ എന്താണ് വായിക്കുന്നത്? അല്ലെന്നേ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. നമ്മൾ ഇവിടെ ഇല്ല പലരും. വായിച്ചേ. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ താഴോട്ട് തുടർന്ന് നമ്മൾ വായിക്കണം. എന്റെ ഒരു ചോദ്യം, ഇതിന്റെ ഇടയ്ക്കൊരു ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾ ഈ LKG ലെവലിൽ നിൽക്കാതെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പൗലോസിന് ഇപ്പൊ എത്ര കാലമായിട്ട് ഈ രോഗമുണ്ട്? തെളിവെന്നാ? കാര്യം വെളിപ്പാട് കണ്ട അന്ന് മുതൽ ഇന്ന് വരെ നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തേക്ക 14 വർഷം അഴിയാത്ത ബന്ധനം. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ പിശാച് 14 വർഷവും എവിടെ കിടക്കുക? ഇവനെ കുത്താൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ വല്ലവരും ആണ് എന്നായും ഇവിടെ ഒരു ചെറിയ വേദന വന്നപ്പോ പറയും എനിക്ക് അത് 14 വർഷം നിന്നാലോ? ചട്ടി കാലങ്ങളെ നടക്കാം. 14 വർഷം അങ്ങനെ പോയാലോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 14 വർഷമായിട്ട് ഈ ശൂല ആരെ വിട്ടു മാറിയിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കണം, ആരംഭത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തി കിട്ടി. അതിനുശേഷം സ്വർഗത്തിൽ അവിടെ വായിക്കുന്ന ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അടുത്തത് ശരീരത്തോടെ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെ അറിയുന്നുമില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പർദീസയോട് എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിക്കുവാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ മനസ്സിലാക്കണം എന്താ അവിടെ സംഭവിച്ചത്. മനുഷ്യന്റെ ഭാഷകൾക്ക് പല ഭാഷകളുണ്ട്. എന്നാൽ ഭാഷകൾക്ക് അപ്പുറമായിട്ട് കേട്ട ചില വാക്കുകൾ
അല്ലെ? വായിൽ നിന്ന് പുറപ്പെടാൻ കഴിയാത്ത, അതിന് കഴിയാത്തതായിട്ടുള്ള ചില വാക്കുകൾ, ശബ്ദങ്ങൾ എന്ത് കേട്ടു? സ്വർഗത്തിൽ നിന്ന് ആര് കേട്ടു? പൗലോസ് കേട്ടു. അപ്പോൾ ഇത് നീ കേട്ട് കഴിഞ്ഞാൽ അടുത്ത് എന്ത് സംഭവിക്കും? ഇത് നിന്നിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ശൂലവും കൂടെ കൊടുക്കണം. കാര്യം നിഗളിക്കാൻ സാധ്യതയുണ്ട്. കാര്യം നിഗളം ഒരു വശത്ത് ദൈവത്തിന് കുറയ്ക്കണം, മറുവശത്ത് നിനക്ക് വെളിപ്പാട് കിട്ടണം, അതിന്റെ അപ്പുറത്തെ വശത്ത് നീ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടണം. അങ്ങനെ പല കാര്യങ്ങളും നീ ഉപയോഗിക്കപ്പെടണം. അങ്ങനെ പല ഓഫീസാണ് ഒരു സമയത്ത് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച്. പിടികിട്ടിയോ? ഒരു വശത്ത് നിനക്ക് വെളിപ്പാടുകൾ ദൈവം തരും, അടുത്തത് നീ പ്രസംഗിക്കേണ്ടത് ദൈവം തരും, മൂന്ന് ദൈവം നിന്നോട് കൂടെ ഇരിക്കും. നീ പോകേണ്ട നിന്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും കർത്താവ് പ്രൊസീജിയർ ചെയ്യും, അല്ലെങ്കിൽ അതിന് ആ റൂട്ട് മാപ്പ് കർത്താവ് തരും. അടുത്തത് ഈ ശൂലവും കൂടെ തരും. ശൂലത്തിന്റെ ഓഫീസ് അങ്ങനെ നിൽക്കുമ്പോൾ വെളിപ്പാടുകളുടെ ഓഫീസ് അവിടെ നിൽക്കുന്നു, സുവിശേഷകരുടെ ഓഫീസ് അവിടെ നിൽക്കുന്നു, പേഴ്സണൽ ലൈഫിന്റെ ഓഫീസ് അങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്യുന്നവനാ നമ്മുടെ ദൈവം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെന്നെ അറിഞ്ഞ ഇത് മാത്രമുള്ളോ, അത് മാത്രമുള്ളോ, അതിന്റെ അപ്പുറത്ത് അതും കൂടെ മാത്രമുള്ളൂ, ഈ ഒന്ന് മാത്രമുള്ളൂ എന്നുള്ള ഈ ബാലിശമായ ചോദ്യങ്ങൾ ഇത് പലർക്കും ഇരിക്കുന്നത്. അങ്ങനെയല്ല. പൗലോസിനെ നോക്ക്, വെളിപ്പാടുകൾ കൊടുത്തു. അതിന്റെ അടുത്ത ലെവലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ പൗലോസ് സുവിശേഷത്തിൽ ദൈവവചനം എന്ത് പറയണമെന്നുള്ളത് ദൈവം കൊടുത്തോണ്ടേ ഇരിക്കുന്നത്. തന്റെ പേഴ്സണൽ ലൈഫിൽ മാറാത്ത രോഗവുമായിട്ട് നിൽക്കുമ്പോൾ അതിനോടുള്ള പൗലോസിന്റെ മനോഭാവം എന്താ? ഒന്ന് ശ്രദ്ധിച്ചേ. രോഗം ഒരു വശത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസിന്, ഈ വെളിപ്പാടുകൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസിന് രോഗത്തോടുള്ള മനോഭാവം എന്തായിരിക്കും? രോഗത്തെ കുറിച്ച് ചിന്തിക്കും, ഓഹോ ഞാൻ വെറുത്തു പോവുള്ളൂ, അങ്ങനെ വല്ല കർത്താവ് പൗലോസ് പറയോ? തീർന്ന മതിയായിരുന്നു. അങ്ങനെ പൗലോസ് പറഞ്ഞോ? എന്താ പറയാത്തത്? കാരണം നിനക്ക് ദൈവത്തോട്, നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഫുൾ കൺട്രോൾ ഉണ്ട്, നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ പൂർണ്ണ കർത്തൃത്വം ഉണ്ടെന്ന് പറയുകയും നിന്റെ ജീവിതത്തെ ദൈവം കരത്തിലങ്ങ് എടുക്കുകയും ചെയ്യുമ്പോൾ നിനക്ക് വേറെ സ്വഭാവമാണോ? അതെങ്ങനെ ശരിയാകും? ഞാനൊരു കാര്യം പറയാം, വില കൊടുക്കുന്നവരെ അക്കരെ ഭിത്തിയും ചാരി നിന്നാലൊന്നും പോകില്ല അങ്ങോട്ട്. ചില രീതിക്ക് തന്നെ അറിയാം, എല്ലാ രീതിയിലും ഒരു പ്രശ്നമില്ല. അങ്ങനെ പോകുന്നവർ ഒത്തിരി പേര് പോലെ ഇവിടെ സുഖിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഈ ലാസറും ധനവാന്റെയും കാര്യം, ധനവാൻ ഇടയ്ക്ക് മുകളിലോട്ട് നോക്കിയപ്പോ ലാസർ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ലാസർ അവിടെ ഇരുന്നപ്പോഴത്തേനും അബ്രഹാമിന് വേണ്ടി ഇരുന്നപ്പോ അവിടെ ഒരു ചോദ്യമുണ്ട്, വേഗം ലാസറിനെ ഇങ്ങോട്ട് വിട്, ധനവാൻ പറയും. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നറിയോ? നീ ആയുസിൽ, അതായത് ഈ ഭൂമിയിൽ സുഖം അനുഭവിക്കുകയും നന്മ അനുഭവിക്കുകയും ഈ ലാസർ നിന്റെ മുമ്പിൽ തിന്മ അനുഭവിച്ചെന്ന് ഓർത്തോളാം. പിടികിട്ടിയോ പറഞ്ഞെന്നാന്ന്? അപ്പൊ നന്മയും തിന്മയൊക്കെ അനുഭവിക്കുമ്പോ ഒന്നും കൂടെ ഓർക്കണം, ഇതൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയവും കൂടെ മുമ്പിൽ വരുന്നുണ്ട്, അല്ലേ? ആമേൻ. സ്വതന്ത്രം. നമുക്ക് മടങ്ങി വരാം. നമുക്ക് നമ്മൾ വായിച്ച പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഇനി വായിച്ചേ. 1 പത്രോസ് ആമേൻ 2:18. അങ്ങനെയല്ലോ ഒന്നുകൂടെ വായിച്ചേ. വേലക്കാരെ ഹൃദയമല്ല ഭയമാണ്. വായിക്കാം. നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കുകയും. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അതായത് നമ്മൾ നിത്യതയിൽ എത്തും വരെയും കർത്താവ്, കാര്യം നമ്മളെ കർത്താവിന്റെ രാജ്യത്തിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അവൻ ശരിയല്ല. എന്റെ ജോലി ചെയ്താണെങ്കിൽ എന്റെ മുകളിലിരിക്കുന്ന സ്വന്തം സീനിയറായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന ഹയർ പൊസിഷനിലിരിക്കുന്ന വ്യക്തി അവൻ ശരിയല്ല, അവൻ ശരിയാക്കണം, ഇവൻ ശരിയാണ്. നമ്മൾ ചിലരുടെയൊക്കെ പ്രാർത്ഥന വിഷയത്തിൽ ചെല്ലുമ്പോൾ പറയുന്നത് എന്താ പറയാ, ഇന്ന ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ
ഇരിക്കുന്നവൻ എനിക്കിട്ട് നല്ല പണിയാ. ഇതൊക്കെ തരുന്നത് എന്തിനാന്നേ? ഇതൊക്കെ തരുന്നത് എന്തിനാന്നോ? നീ ജാതിയനെ പോലെ തിരിച്ച് പ്രതികരിക്കാതിരിക്കാനാ കർത്താവ് ഇത് തരുന്നത്. അപ്പൊ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, അസ്തോത്രം, നമ്മൾ പ്രാർത്ഥിച്ചത് മാറില്ല എന്ന്. മാറുമെങ്കിൽ പൗലോസിന് 14 വർഷത്തിന് മുമ്പേ മാറണമായിരുന്നു. മാറിയോ? അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ അനുവദിക്കുന്നതിന്റെ കാരണം എന്താണ്? നമ്മളെ ഒരുക്കിയെടുക്കണം. ആ ഭാഗം വായിക്കുന്നത് എന്താണ്? നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ലെന്ന്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശാന്തതയുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന ആശ്വാസവും സമാധാനവും സന്തോഷമുണ്ട്. അത് ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. അത് അനുഭവിക്കുന്ന വ്യക്തികളെ രക്ഷിക്കപ്പെട്ട ഞാനും നിങ്ങളും. എന്നാൽ പുറത്തുനിന്ന് വരുന്ന പോരാട്ടങ്ങളെ മാറ്റേണ്ടത് പദ്ധതി ദൈവത്തിനല്ല. കാരണം അത് ദൈവം അനുവദിക്കുകയും അത് നീക്കുകയും നിവർത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. ആമേൻ. ഭാഗം വായിച്ചേ, വേഗം വായിച്ചേ. മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കുകയും ഇവിടെ ശ്രദ്ധിച്ച ഈ വാക്യം ശ്രദ്ധിച്ചോ? ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള. അപ്പോൾ ശ്രദ്ധിച്ചേ, നിഗളിച്ചു പോകാതിരിക്കാൻ പൗലോസിന് അങ്ങനെ ഒരു ശൂലം കൊടുത്തു. എന്താ ഉദ്ദേശം? നിഗളിച്ചു പോകരുത്. ഇവിടെ പറയുന്നത് എന്താണ്? ദൈവത്തെ കുറിച്ചുള്ള മനോബോധ നിമിത്തം ശ്രദ്ധിക്കണേ, അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇത് ദൈവം അനുവദിക്കുന്നത് തന്നെയാണ്. നമ്മൾ പറയും ഇത് മഹാ അന്യായമല്ലേ, പ്രതികരിക്കണ്ടേ. അങ്ങനെ സംഘടന ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ദൈവം വെച്ചിരിക്കുന്നതാണ്, അല്ലേ? അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ എന്ത് സംഭവിക്കും? സഹിച്ചാൽ കണ്ടോ? അപ്പൊ പ്രസാദമാണോ? പൗലോസ് 14 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നീങ്ങാതെ ആ പോരാട്ടത്തിൽ ഇരുന്നു കൊണ്ട് നിഗളം വരാതെ പൗലോസ് സൂക്ഷിക്കുമ്പോൾ സ്വർഗത്തിൽ നോക്കുമ്പോൾ പൗലോസിന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് നിന്റെയൊക്കെ മേൽ പ്രസാദം വിടാത്തെന്നറിയാമോ? എന്തെങ്കിലും തുടങ്ങുമ്പോഴേ നിലവിളിയും കാറച്ചയും വിടുതൽ വേണമെന്ന് പറഞ്ഞ് കാറാൻ തുടങ്ങും. ഇതുകൊണ്ടാ ആത്മീക ശിശുക്കൾ ഇവിടെ പറയുന്നതിന് കാരണമല്ല. പാവം വായിച്ചേ. പ്രസാദമാവുന്നു. കുറ്റം ചെയ്തിട്ട് നീ ഇങ്ങോട്ട് ചെയ്ത 2 എണ്ണം അങ്ങോട്ട് ചെയ്യുന്നു. 2 എണ്ണം കൊടുക്കാനൊക്കെ ഇരിക്കുന്ന പെന്തക്കോസുകാരുടെ ഒരു കാര്യം പറയുന്നത്, പാസ്റ്റർ ആയാലും ഓർഡിനേഷൻ കിട്ടിയതായാലും കുഴപ്പമില്ല, നീ ദൈവപ്രസാദത്തിലല്ല നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നീ അടി എവിടെ വായിക്കുന്നത്? എന്താണ് വായിക്കുന്നത്? നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ. അപ്പൊ ഈ നമ്മളോട് ആ പരിപാടിക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടോ? കടന്നാക്രമണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെയോ? അപ്പൊ കർത്താവ് അനുവദിക്കാതെ ഇതൊന്നും എഴുന്നേൽക്കില്ലെന്ന്. ഒരു ശത്രുവായിട്ട് ഒരുവൻ നിനക്ക് നേരെ എഴുന്നേറ്റാൽ പിതാവ് അറിഞ്ഞിട്ട് തന്നെയാണത്. അപ്പൊ ചോദിക്കാം, അത് എന്തിനാണ്? ഏതൊക്കെയോ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സ്വഭാവങ്ങൾ എന്നിലുണ്ട്. അത് എന്നിൽ നിന്ന് മാറുവാൻ, അല്ലെങ്കിൽ അതിനെ ഞാൻ ജയിച്ച് മുന്നോട്ട് പോകുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, 14 വർഷം മുമ്പ് പൗലോസ് ആത്മാവിൽ സ്വർഗീയ സ്ഥലങ്ങളെ ദർശിച്ച് ആർക്കും ഉച്ചരിക്കാൻ കഴിയാത്ത വാക്കുകളും ശബ്ദങ്ങളും പൗലോസ് കേട്ടെങ്കിൽ അത് നിമിത്തം താൻ നിഗളിച്ചു പോകാതിരിക്കുവാൻ സ്വതന്ത്രം തന്നെ കുത്തേണ്ടതിനെ ആരെ ഏൽപ്പിച്ചു? ഒരു ദൂതനെ, അല്ലെ? സാത്താന്റെ ഒരു ദൂതനെ ഏൽപ്പിച്ചു എന്ന് അവിടെ പറയുമ്പോൾ, ഇങ്ങനെ ഒരു പ്രോസസ്സാണ് ക്രിസ്തീയ ജീവിതത്തിൽ സ്വർഗീയ പിതാവ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിൽ ഇരിക്കാൻ ഇഷ്ടമുണ്ട്? എത്ര പേർക്ക് ഇരിക്കാൻ ഇങ്ങനെ കുഴപ്പമില്ല, നമുക്ക് മുമ്പോട്ട് പോകാം, നല്ല കാര്യം തന്നെയാണ്, സ്വർഗത്തിൽ പോകാലോ എന്ന ചിന്തയാണോ? എനിക്ക് ഇവിടെ എങ്ങനെയും പിടിച്ചു നിൽക്കണമെന്നുള്ളതാണോ നമ്മളെ ഭരിക്കുന്നത്? അതുകൊണ്ട് അവിടെ വായിക്കുന്ന എന്താണ്? അതിനാലല്ലോ നിങ്ങൾ പ്രസാദം. അതിന്റെ 21-ാം വാക്യം, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽ ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ത് അനുഭവിച്ചു? കർത്താവ് ആഗ്രഹിക്കാത്തത് കർത്താവിന്റെ ചുറ്റും പിതാവായി ദൈവം വെച്ചു എന്നല്ലേ അതിനർത്ഥം? അല്ലേ?
ക്രിസ്തു സഹിച്ച അതേ മാർഗത്തെ നമ്മൾ പോയി നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മുടെ ചുറ്റും നിറയുന്നത് സ്വർഗീയ പിതാവിന്റെ പദ്ധതിയാണ്. നമുക്ക് മാത്രമേ അതുള്ളൂ. കാരണം എന്നാ, സ്വർഗീയ യെരൂശലേം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് വെറുതെ അങ്ങോട്ട് പോകത്തില്ല. ഇതാണ് പ്രോസസ്സ് ദൈവം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് ദൈവസ്ഥലം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. കാരണം തന്നെ ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒറ്റ വാക്യം പ്രധാനമായിട്ട് പറയും. അതേ അധ്യായത്തിൽ 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യോട് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എന്തിനാണത്? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കർത്താവ് കൊണ്ട് ശത്രുക്കളെ ദൈവം നിർത്തിയതാണ്. പോരാട്ടങ്ങൾ ദൈവം വെച്ചിരിക്കുന്നതാണ്. തിരിച്ചു പ്രതികരിക്കുവാനല്ല, അതിന്റെ നടുവിൽ കൃപ പ്രാപിച്ച് നിലനിൽക്കുവാൻ കർത്താവ് വെച്ചിരിക്കുന്നത്. എന്താ അതിന്റെ കാരണം? സ്തോത്രം. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിച്ചേ. അതിനെ അവരെ വെച്ചുവരിക്കും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ക്രിസ്തു ഇതെല്ലാം സഹിച്ചെങ്കിൽ കർത്താവിടെ പറഞ്ഞിരിക്കുന്ന നല്ലൊരു മാതൃക നമുക്ക് കർത്താവ് വെച്ചേച്ചു പോയിരിക്കുകയാണ്, അല്ലേ? സ്തോത്രം. അതിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. കർത്താവ് വചനങ്ങളാ കർത്താവ് നിങ്ങളെ